ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ജഹാൻ. അപ്പം എൻ്റെ ഒരു കിടക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടോ, അക്വാ വേൾഡ് ചെറായി. ഈ ചെറായിലുള്ള അക്വാ വേൾഡിലേക്കാണ് നമ്മളെ യാത്ര. അപ്പം ഇതിനകത്തുള്ള കുറേ കാണാക്കാഴ്ചകളും അതുപോലെ തന്നെ കുറേ മീനുകൾ, പലതരം മീനുകളും നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് ചാർജ് വരുന്നത് വെറും 50 രൂപ ആട്ടോ ഒരാൾക്ക് വന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതേപോലെ 2 അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൽ വലിയ കാട്ട മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അത് മീനുകളുടെ പേരൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചൊന്നുമില്ല, പക്ഷെ പലതരം വെറൈറ്റി മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇതുവരെ കാണാത്ത കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു, പല കളറിൽ. ഇത് കണ്ടോ, ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള മീനുകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി നമ്മൾ ഒറിജിനൽ പോലെ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടോ, അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ഒറിജിനലായിട്ട് എങ്ങനെ ഇരിക്കും ഒരു കുളമൊക്കെ ഉണ്ടാവും അതേ കണക്ക്. അതിൻ്റെ ഇപ്പത്തെ സൈഡിലായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു മീനുകളുടെ അക്വേറിയം ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ ചെറിയ മീനുകളെ നോക്കിയപ്പോൾ ഞാൻ ഇവിടുത്തെ മീനെ കണ്ടു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടി ഈ ഒരു പ്രത്യേകതരം മീനിനെയും കണ്ടു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, റെഡ് കളറിലെ വാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അതിൻ്റെ അടുത്ത് വേറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനുകളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, എനിക്ക് കഴിക്കാനല്ലേ അറിയത്തുള്ളൂ. അതാണ് സംഭവം. എനിക്ക് കഴിക്കുന്ന മീനുകളുടെ വിരോധം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഫ്രണ്ട്സ്. ഉള്ളത് പറയാലോ, സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫുഡ് നമ്മൾ നോർമലി വീട്ടിൽ കഴിക്കുന്ന മീനുകളുടെ പേരുകൾ പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണെങ്കിൽ മീനുകളുടെ പേരൊന്നും നോക്കിയില്ല, കാരണം നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നടന്നു പോകട്ടെ. അപ്പോൾ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ പല തരത്തിലുള്ള, പല കളറിലുള്ളത്, പല ആകൃതിയിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോവാണേ. ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ കാണുന്നുണ്ടോ, നിങ്ങളിത് കാണുന്നുണ്ടോ? അയ്യോ, എനിക്ക് പറയാനായിട്ട് നനീണം ഒരു രക്ഷയില്ല. ഇതൊക്കെ ഈ മീനൊക്കെ കണ്ടോ, എന്താ, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അമ്മാതിരി വെറൈറ്റി സാധനം. ഇത് നോക്ക്, ഇതിനാണെങ്കിലും ഒരു അനക്കമില്ല. ഞാനാണെങ്കിൽ വിളിച്ച് മതിയായി. ചത്തെന്ന് വിചാരിച്ചു, പക്ഷെ ചത്തിട്ടില്ല, ശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒരുപാട് മീനുകൾ, എല്ലാത്തിനും ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് പോയിട്ട് മീനുകളൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മീനുകൾ പക്ഷെ റെസ്പോണ്ട് ഒന്നും ചെയ്യണില്ല. അവർ ചില മീനുകളൊക്കെ നമ്മൾ കൈ വെക്കുന്നതിനനുസരിച്ച് ഓടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ചിലരൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായില്ല, നോർമലായിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി കഴിച്ചിട്ടുണ്ടോ, ഈ കളർ, ഒരൊറ്റ കളറിൽ ഒരുപാട് മീനുകൾ, കുഞ്ഞുങ്ങൾ കണ്ടോ. നമ്മൾ കൈ വെക്കുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റ് ചെയ്യുവാണ് മീനുകൾ. ചില മീനുകൾ കേട്ടോ, എല്ലാ മീനുകളല്ല, ചില മീനുകൾ. ഇത് നോക്കി കഴിച്ച് നോക്കി ആ മീനിൻ്റെ കളറ്, അത് കൂടാണ്ട് ആ മുകളിൽ ആ കളർഫുൾ ലൈറ്റ് കൂടി ആയിട്ട് എന്ത് ഭംഗിയാണ് ആ മീനിനെ കാണാനെന്നറിയോ. നോക്ക്, അനക്കവേ ഇല്ല, ഒരു റിയാക്ഷനും ഇല്ല. ചത്തിട്ടുണ്ടോ എന്നാൽ ചത്തിട്ടില്ല, എന്നാൽ ഒരു റിയാക്ഷനും ഇല്ല. അങ്ങനത്തെ ഒരു ഐറ്റായിരുന്നു കേട്ടോ നേരത്തെ കണ്ടത്. ഇതേപ്പം നമ്മൾ വേറെ മീനിനെ കണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ മീൻ. അയ്യോ, എനിക്ക് പേരുകളൊന്നും അറിയാത്തത് ഭയങ്കരമായിട്ടൊരു നഷ്ടമായി പോയി. കാരണം ഇന്ന പേരൊക്കെ ശരി ഇന്ന മീനെ കാണിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു തരണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇല്ലാണ്ടൊന്നല്ല. അപ്പം പേര് അറിയാൻ എനിക്ക് വഴിയുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ മുകളിൽ ചിലതിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അതൊന്നും വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇംഗ്ലീഷിലെ പേര് കിട്ടിയിട്ട് നമുക്ക് കാര്യങ്ങളല്ലോ, നമ്മൾ മലയാളം ചാനൽ, അപ്പം മലയാളം പേര് തന്നെ വേണ്ടേ. അപ്പം പേരൊന്നും അറിയത്തില്ല. എന്നിരുന്നെങ്കിലും നിങ്ങൾ മീനിനെയൊക്കെ കണ്ടോ. ഈ മീനിൻ്റെ പേര് എനിക്കറിയാം. ഇതിൻ്റെ പേരാണ് ഫെദർ ഫിഷ്. അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഫെദർ പോലെ ഇങ്ങനെ അയ്യോ, അങ്ങനെയൊക്കെ. അതെ, കൂട്ടത്തോടെയുള്ള മീൻകൂട്ടങ്ങൾ. ഓ, ഇവിടെ ഒത്തിരി ഇതുപോലത്തെ വെറൈറ്റി മീനുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, നോർമലായിട്ടുള്ള ഫിഷാണ്. അയ്യോ, കളർ മീനുകളൊക്കെ ഉണ്ടോ, രക്ഷയില്ല. ഇതാണ് നമ്മളെ ഈ കൂട്ടത്തിലെല്ലാം കൊമ്പന്മാർ. ഇതിലാണ് ഇത്രയും കൊമ്പന്മാർ കിടക്കണം. വലിയ മീനുകളാട്ടോ. പേരുകളൊന്നും അറിയത്തില്ല, ചോദിക്കരുത്, പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുവാണ്. ഈ മീനൊക്കെ ഉണ്ടോ, നല്ല രസമില്ല, നല്ല കളറ് ഒതിരി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഐറ്റം. ഞാൻ കെട്ടിപ്പിടിക്കാനൊന്നും നോക്കിയതായിരുന്നു, പക്ഷേങ്കിൽ നല്ല പാവം മീൻകുട്ടന്മാർ കേട്ടോ. വലിയ ഓട്ടോ ചാട്ടോ കാര്യങ്ങളൊന്നുമില്ല, പയ്യെ മൂവ് ചെയ്ത് പോവുക. ഞാൻ അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു അക്വേറിയത്തിൽ ഒരൊറ്റൊരു മീൻ മാത്രമല്ല, മീൻസ് ഒരൊറ്റൊരു ഇത് മാത്രമല്ല, വേറെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഇട്ടേക്കണത് ഈ അക്വേറിയത്തിൽ. എല്ലാം അല്ല, ചിലതൊക്കെ. ഈ ഒരു സാധനത്തിനെ കണ്ട, ഇത് നമ്മളെ സ്രാവ് അല്ലെങ്കിൽ ഷാർക്ക്, അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒട്ടി പോണ മീനാണ് കേട്ടോ. അതിന് അങ്ങനെ എന്തോ ഒരു പേരും കൂടിയാണ് പറയണത്. നമ്മളെ കൊമ്പനില്ലേ, കടൽ കൊമ്പൻ, അവൻ്റെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് അവൻ്റെ ചാനലിൽ. അതേ കണക്കത്തെ മീനാട്ടോ.
അപ്പോഴാണതേ നമ്മൾ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ട കേട്ടോ. ഒരു അക്വേറിയത്തിലൊരു മീൻ ചത്ത കിടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സിംഗിളായിട്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഇതിനെടുത്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള മീനുകളൊക്കെ കണ്ട് അതുങ്ങളാണെങ്കിൽ ഞാൻ കഴിക്കണതിനനുസരിച്ച് തെറിച്ച് പോകണം. അത് അങ്ങനത്തെ ഒരു റിയാക്ഷനുള്ള മീനൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് സീനായിട്ടോ. ഇതിൻ്റെ തലയിൽ എന്തോ ഒരു മുഴ വന്നാണൊക്കെയുള്ള മീൻ കൂട്ടത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു കാഴ്ചയിലുണ്ടായിരുന്നു ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് നല്ലൊരു എന്താ പറയുക വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ചുണ്ടും അതെ ചുണ്ടും ഒരുമാതിരി ഒരു പ്രത്യേകതരം ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവന്മാർ നമ്മൾ ഈ ക്യാമറയിൽ പെടാതെ മുങ്ങി ഇടുന്ന രണ്ടെണ്ണമാണ്. പക്ഷേങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ തൂവെള്ള കളറ്, തൂവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ള കളറിലെ രണ്ട് മീനുകൾ കേട്ടോ. നമ്മൾ സൈഡിലായിട്ട് ഒറ്റപ്പെട്ട് മാറിയിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ കണ്ണിൽ അതൊക്കെ പെട്ട് ഗായ്സ്. റെഡ് കളറിലെ കിടുക്കാച്ചി സാധനം ഇതാണ് ഞാൻ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മീൻ. ഇതിൻ്റെ ചുണ്ടൊക്കെ കണ്ട ഗൈസ്, ഒരു പ്രത്യേകതരം ചുണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു മുഴ വന്നാണൊക്കെ ഇരിക്കണത്. ഓവറോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മീനെ. പിന്നെ അതേ ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുക. ഞാൻ കറങ്ങിയാണ് കണ്ടുപിടിച്ചത് ഈ സാധനത്തിന്. ഒരു സൈഡിൽ പോയിരിക്കുമായിരുന്നു. ഇവറ്റകളെ കണ്ട ഗൈസ്, ഇവറ്റകൾ നമ്മൾ ക്യാമറ ആയിട്ട് ഫോണായിട്ട് ചെന്നപ്പോഴത്തേക്കുണ്ട് ബാക്കിലേക്ക് ഒരൊറ്റ മാറിക്കളഞ്ഞിട്ടോ. ഇതിൻ്റെ പേര് ഇവിടെ താഴെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല സത്യം പറയാലോ. ഞാൻ ആ മീനുകളെ കണ്ട് അതുങ്ങളെ കളറും ആ ഷേപ്പൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മീനിൻ്റെ പേരൊന്നും നോക്കാനുള്ള ഒരു ഇതായിരുന്നില്ല ഗൈസ് ആ ഒരു ടൈമിൽ. അത് കാരണം മീനുകളുടെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ടിട്ടാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മീനുകളൊക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീനുകളുടെ പേര് ഉൾപ്പെടെ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരും കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, എടുത്തുമില്ല, അതുകൊണ്ടിട്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല, മനഃപൂർവ്വമല്ല. അപ്പോൾ ഇപ്പോഴത്തേക്ക് എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ മീനുകളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ പേര് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു വെയ്യക്കാട്ടൊരു മീൻ നല്ല രസമുണ്ടായിരുന്നു. ഇതേ കണക്കത്തെ ഒരുപാട് മീൻ ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇത് ഈ മീനുണ്ടല്ലോ, ഈ മീൻ ഒരു അനക്കോന്ന് വേണ സാധനം ഇല്ല കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ചത് ഈ മീൻ ചത്തുപോയെന്ന്. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് അപ്പം ഞാൻ പോയിട്ടുണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഞാൻ അനക്കമൊന്നും കാണില്ല. അപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ പറഞ്ഞ്, ശ്രീഹരി പറഞ്ഞ്, എടി ശ്വാസമുണ്ട് അതിന്, ശ്വാസമുണ്ട്, അത് ചത്തിട്ടില്ല, ജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ ശ്വാസം ഉണ്ടോ? അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ശ്വാസം ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീനെ കണ്ട, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റേ പൂച്ചകളെ കണക്കുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ട്. പൂച്ചക്ക് ഇതില്ലേ മീശയൊക്കെ വന്നെ ഒരുമാതിരി ഇങ്ങനെ മുളച്ചിട്ടല്ലേ, അതേ കണക്കുള്ള ഒരു മീൻ. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള മീൻ, നമ്മൾ ഒരു ബുക്കിൽ മീനെ വരക്കാൻ പറഞ്ഞാൽ ആദ്യം വരക്കണം ഇങ്ങനത്തെ മീൻ. പിന്നെ അതേ കുറച്ച് വലിയ മീനുകളെ കണ്ടു. അവരാണെങ്കിൽ തല്ലു പിടിക്കണ എന്തൊക്കെയാണ് ഇവിടെ. എന്താല്ലേ ഇവരെയൊക്കെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേണ്ട, ഇത് നല്ല കൂട്ടത്തോടുള്ള മീൻ, ഒരു മീൻകൂട്ടം എന്ന് പറയാം, നല്ല കളറിലുള്ള മീൻ. ഇത് നല്ല മീന. ഇതെന്തോ പിലോപ്പിയ ആപ്തോലി എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീരി, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് കഴിക്കാനേ അറിയത്തുള്ളൂ സത്യം, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ഇതിൻ്റെ കണ്ട വര ബ്ലാക്കും വെള്ളയ മഞ്ഞ ഏതൊരു കളർ. കളർ മീനുകൾ, വരപ്പാടുള്ള മീനുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളെ വിളിച്ചേക്കുക കേട്ടോ, നമ്മളടുത്തേക്ക് വന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പം അപ്പുറത്ത് വേറെ ഒരാളെ കണ്ട്. ഇതിൻ്റെ അഡലൊക്കെ കാണാൻ കഴിച്ച ഒരു പ്രത്യേകതരം ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ വന്ന മീനാണില്ലേ, അതിനെ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. മറ്റേനെ കാണാൻ ഭംഗിയുണ്ട് ഇല്ലെന്നല്ല, പക്ഷേങ്കിൽ അതിനെന്തോ ഒരു വെറൈറ്റി, ഒരു പ്രത്യേകതരം ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നോർമലായിട്ട് ഉള്ള ഒരു ഡിസൈനായിരുന്നു. മറ്റേത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനായിരുന്നു. ഇതിൻ്റെ കുഞ്ഞു കളർഫുള്ളായിട്ടുള്ള മീൻ, എനിക്ക് ഇങ്ങനത്തെ മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുമല്ലോ, അല്ല വളർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും. ആഹാ, എന്ത് രസം. ഒരുപാട് മീനുകൾ ഒന്നിച്ച് വന്നിരിക്കുന്നു. ഈ മീൻ ഞാൻ ഫുഡിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണക്കത്തെ മീനിനാ പേരെന്നാ എനിക്കറിഞ്ഞൂടാ, എന്നോട് ചോദിക്കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഫെദർ ഫിഷ്. ഇതിൻ്റെ മാത്രം പേര് എനിക്കറിയാം, ഫെദർ ഫിഷ്. നല്ല രസമല്ലേ ഇതിൻ്റെ ഈ മറ്റേ ഈ ഭാഗമില്ലേ, ഈ താഴത്തെ ഈ ഭാഗം കിടന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണതാണ്. അതാണ് തോന്നുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റി. തോന്നണമല്ല, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നല്ല രസമില്ല ഇങ്ങനെ താഴത്തെ ഭാഗം ഇങ്ങനെ പടപ്പിച്ച് നമ്മളെ സാധാ മീൻ.
അല്ല സാധാ മീനെ കണക്കിരിക്കണ മീൻ. ഇത് വേറെ വെറൈറ്റി ഫിഷ്. ആഹാ, ഇവിടെ ഒരാൾ റെസ്റ്റ് എടുക്കണോക്കെ എന്താ സുഖല്ലേ. അനങ്ങടൊന്നുമില്ല അവിടെ, ഇങ്ങനെ എന്തോ ഓന്തിനെ കണക്ക് അള്ളിപ്പിടിച്ചിരിക്കണ ഏരിയ. താഴെ ജോയിൻ ചെയ്തിട്ടുണ്ട്, സൈഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിങ്ങനെ ഒഴുകി ഒഴുകി നടന്നിരുന്ന മീനട്ടാ. ഇത് ഞാൻ ക്യാമറയിൽ പിടിച്ച സമയത്ത് ഇതിന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ ഓവറോൾ എടുത്ത സമയത്ത് നല്ല മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ മീനുകൾക്ക്. ഫസ്റ്റത്തെ വീഡിയോ എടുത്തോ അല്ല ഫസ്റ്റത്തെ പാവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ മീൻ, പ്രത്യേകതരം ഡിസൈനുള്ള മീനുകൾ, അതിൻ്റെ വേറെ മീനുകൾ. മീൻസ് ഇവർ ഈ മീനുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടും അക്വേറിയത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതാ സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഷാർക്ക് കണക്കത്തെ മീനുകൾ എന്ന് പറഞ്ഞില്ലേ, വലിയ മീനുകളോട്ടോ. വീഡിയോയിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കൂട്ടത്തിലെ വലിയ കൊമ്പന്മാരാന്ന് തോന്നുന്നു. ഇതൊക്കെ പേരുകളൊന്നും അറിയത്തില്ല. കണ്ടോ, നല്ല ഭംഗിയുള്ള മീനുകൾ എന്ന് വേണം പറയാൻ. ഇത് നോക്കൂ, അതേ വായൊക്കെ കണ്ടതില്ല. മൈ ഗാഡ്. അതേ ഇതാണ് മറ്റേ സാധനം, ഷാർക്കിന്റെ ഡോൾഫിന്റെ ഏതാണ്ടിന്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ ഒട്ടി കിടക്കണം. അതേ ഇവിടെ ഒരു സാധനം കണ്ട, എങ്ങോട്ടാ എന്ന് ഞാൻ ആള് നമ്മളെ കണ്ടപ്പോഴത്തേക്കും ഓടാൻ പോയി. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് ഈടെടുത്തപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു. ഏതാണ് മറ്റേ സാധനം, ഷാർക്കിന്റെ അടിയിൽ ഒട്ടിയിരിക്കണ ഒട്ടുമീന അങ്ങനെ എന്താ പറയണ മീൻ. പിന്നെ അതിൻ്റെ കൂടുതൽ വേറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നോർമൽ മീനുകളൊക്കെ കണക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പേരുകളൊന്നും ചോദിക്കുന്നത് പേരുകൾ അറിയില്ല, വീണ്ടും പറയുന്നു പേരുകൾ അറിയില്ല. ഇതുണ്ടല്ലോ, ഇത് കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള വരയൊക്കെ ഉള്ള മീനായിരുന്നു കേട്ടോ. ഇതിൻ്റെ വാലിൻ്റെ അവിടെ കണ്ട ഒരു ഡോട്ട് കണക്കിന് സാധനം. ഈ ഒരു മീനിൻ്റെ എല്ലാത്തിനും അതേപോലെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഒരേപോലത്തെ ഡിസൈൻ. പിന്നെ നമുക്ക് ഇവിടെ ഫിഷ് പായ ഉണ്ട് കേട്ടോ, പെഡിക്യൂർ. അപ്പം ഇതാണ് നമ്മളെ ഫിഷ് കേട്ടോ. അപ്പോൾ ഇവിടെ കാലിട്ടിരിക്കുകയാണ് സംഭവം ചെയ്യല്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ആദ്യം വേണ്ട പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പാൻ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഞാൻ കാല് മുക്കാൻ പോവാം കേട്ടോ. ഓൾറെഡി മുക്കി, പിന്നെ പാൻറ് കയറ്റി വെച്ച് രണ്ടാമത് മുക്കുക കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കിളിയൊക്കെ പോലെ തോന്നി. പിന്നെ ആണെങ്കിൽ ഇത് കടിക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കടിക്കണമായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കിടന്ന് കാറിപ്പൊളിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീഹരി ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കൂളായിട്ട് അവൻ കാലൊക്കെ വെച്ച് കൊടുത്ത്, അവന് കിളിയാവുണ്ടായിരുന്നു, എന്നാലും അവൻ സൂപ്പറായിട്ട് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്, അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ചെറിയ മീനാണ്, പക്ഷേങ്കിൽ നമ്മൾ കാല് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും അത് കടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇതാക്കി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു, പിന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളിൽ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അതെ, ശ്രീഹരി എൻ്റെ കൂടെ കാലൊക്കെ വെച്ചത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.